എല്ലാവർക്കും വരിക. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ചാക്കോസ് സാറ് ഈ ദേവാലയത്തിലെ ശുശ്രൂഷ നിർവഹിക്കുന്നു. സാറും കൊച്ചമ്മയും കുടുംബവും ഈ ദേശത്ത് വന്ന നിമിഷം മുതൽ ദൈവം കൃപയിലായിരിക്കുന്നത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ വേളൂർ ദേവാലയത്തിൽ ഞാൻ ആദ്യമായിട്ടല്ല കടന്നു വരുന്നത്. പല സന്ദർഭങ്ങളിൽ ഇവിടെ ധ്യാനയോഗത്തിനും കൺവെൻഷനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ കൂടി വന്ന പല മുഖങ്ങളെയും ഇത് ഓർക്കുന്നു, പലരെയും കാണുന്നുമില്ല. വളരെ നാളുകൾക്ക് മുമ്പ് ദേവാലയത്തിൽ കടന്നു വന്നു. അതിനുശേഷം PA ജോസാർ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ വീണ്ടും കടന്നു വരുവാനിടയായി. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എനിക്കിടയായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മറ്റ് എങ്കിലും കാണാത്തൊരു വലിയ പ്രത്യേകതകൾ ഇവിടെയുണ്ട്. ഒന്ന്, ഇവിടെ ധാരാളം യുവജനങ്ങളാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി എന്നെ ക്ഷണിച്ചു, ഫോൺ ചെയ്ത് റൂട്ടൊക്കെ പറഞ്ഞു തന്നു. പണ്ട് ഞാൻ വരുമ്പോൾ 15 കടവിൽ ഇറങ്ങി അവിടുന്ന് നടന്നൊക്കെ ആളുകൾ വന്നു. ഇവിടെ പട്ടി ദേവാലയത്തിലെത്തും. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയോടും യുവജന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുകയാണ്. സാറ് എന്നെ ക്ഷണിച്ചു. സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ധാരാളം യുവജനങ്ങൾ ഈ ധ്യാനയോഗത്തിൽ പങ്കെടുക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റെങ്ങും കാണാത്ത ഒരു വലിയ പ്രത്യേകതയാണ്. മറ്റൊന്ന്, വലിയ ആഡംബരങ്ങളൊന്നും ഇതിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മറ്റ് സിസ്റ്റംസോ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിനു വേണ്ടി എടുത്തിട്ടില്ല. അതും ഒരു ദൈവം. ഇവിടെ നാടൻ ശൈലി പ്രമുഖ വെച്ച് ആരാധിക്കുന്ന ഒരു വലിയ മനോഹരമായ അനുഭവം. 3, എനിക്കെതിരെ ഇടയ്ക്കെല്ലാം കടന്നുപോയ ദേവാലയങ്ങളിലൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഉറങ്ങേണ്ടവർ ഉറങ്ങാം, വരയ്ക്കേണ്ടവർക്ക് വരയ്ക്കാം. പിന്നെ ചാരി ബെഞ്ചിൽ എല്ലാവരും ഇരിക്കും. പുറകിലിരുന്ന് മുമ്പോട്ടിരുന്ന് വരയ്ക്കാം. ഉറങ്ങേണ്ടവർക്ക് ഇവിടെ ചാരാൻ പോയാൽ അടുത്തിരിക്കുന്ന പുറകിലിരിക്കുന്ന ആളുടെ മടിയിൽ അഞ്ഞെന്ന് കിടക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നേരെ ഇരിക്കാനായിട്ട് നമ്മള് ഇന്ന് ഈ ആരാധനയിൽ പങ്കാളികളാകുമ്പോൾ ധാരാളം പ്രത്യേകതകൾ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീയതയുടെ വളർച്ച എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ദിവസങ്ങളിൽ ഈ 2 ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്ന ദൈവവചനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളാണ് ഇത്രയും പേരുള്ളപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഞാൻ എടുത്തിട്ടുള്ള വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം.
ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വിശുദ്ധ പൗലോസിന്റെ പ്രേക്ഷിത പ്രയാണ യാത്രയിൽ തന്റെ ശുശ്രൂഷയിൽ തനിക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ അനുഗ്രഹ പാത്രങ്ങളിൽ ഒന്നാണ് തിമോത്തിയോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ യൗവനക്കാരനെ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ പൗലോസ് ആ വ്യക്തിക്ക് ഒരു ലേഖനം എഴുതി കൊടുക്കുകയാണ്. എന്തായിരിക്കണം നിന്നിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്തായിരിക്കും നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ശുശ്രൂഷ? ജനങ്ങളുടെയും ദേശത്തിന്റെയും മുമ്പാകെ ഒരു യൗവനക്കാരൻ മാത്രമല്ല നീ, സഭയുടെ അധ്യക്ഷത വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിന്നിൽ നിന്ന് ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നീ എങ്ങനെ ആയിരിക്കണം? ഇത് തിമോത്തിയോസിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉപദേശം എന്ന രൂപേണ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുകയാണ്. അതിൽ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആരും നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞാൽ നിന്റെ യൗവനത്തെ നിന്ദിക്കരുത്, അവജ്ഞാപൂർവം വീക്ഷിക്കരുത്. നീ ചെറുപ്പമെങ്കിലും നിസ്സാരമെന്ന മട്ടിൽ നിന്നോട് പെരുമാറുവാൻ ആരെയും അനുവദിക്കരുത്. നീ ചെറുപ്പമെങ്കിലും നിന്നോട് പെരുമാറുവാൻ, നിസ്സാരമെന്ന രീതിയിൽ പെരുമാറുവാൻ ആരെയും നീ അനുവദിക്കരുത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യിരെമ്യാവിനെ ദൈവം യഹൂദയിലെ പ്രവാചകനായിട്ട് വിളിക്കുമ്പോൾ യിരെമ്യാവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ യിരെമ്യാവിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യഹോവയായ ദൈവം അവന് കൊടുക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. വായിക്കാമോ? വളരെ വേഗം. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ സംസാരിക്കുകയും വേണം. പിന്നെ നീ അവരെ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. നിന്റെ യൗവനത്തെ ആരും തുച്ഛീകരിക്കരുത്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദൈവജനത്തിന്റെയും ദൈവവചനം കേട്ട് ദൈവ വഴിയിലേക്ക് മാറി നിന്നിട്ടുള്ള യൗവനക്കാരെ ദൈവം തന്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് യിരെമ്യാവിന്റെ പ്രവചനം വായിക്കുന്നത്. അവിടെ യിരെമ്യാവിനോട് പറയുകയാണ്,
നീ ബാലനെന്ന് നീ പറയരുത്. വൃദ്ധന്മാരും അതുപോലെ തന്നെ ജ്ഞാനികളും വിവേകികളും സമ്പന്നന്മാരും ഉന്നതന്മാരും യഹൂദയുടെ സംസ്കാരം അനുസരിച്ച് ന്യായപ്രമാണം മുഴുവൻ കാണാപ്പാഠം പഠിച്ചവരും മോശയുടെ പീഠത്തിലിരിക്കുമെന്ന് അഭിമാനിക്കുന്നവരും അന്തസ്സും അഭിമാനവും ചാർത്തിക്കൊടുത്തവരും സമൂഹത്തിലെ ഉന്നതന്മാരുടെ നടുവിൽ യിരെമ്യാവ് എന്ന് പറയുന്ന ഒരു ബാലനെ വിളിച്ചിട്ട് ദൈവം പറയുന്നു, നീ പ്രവചിക്കണം യഹൂദയ്ക്കെതിരെ. അവിടെയാണ് യിരെമ്യാവ് തന്റെ ബലഹീനത തുറന്നു പറയുന്നത്, ഞാൻ ബാലനാണ്. രാത്രിയിൽ ഞാൻ യുവാക്കന്മാരോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ വിളിയുടെ മുമ്പിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണ്? ദൈവം നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്താണ്? ദൈവം നിങ്ങളെ വരമേൽപ്പിക്കുന്ന ശുശ്രൂഷയിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ? യിരെമ്യാവ് പറഞ്ഞതുപോലെ ഉണ്ടാകാം, സാധ്യതകളേറെയാണ്. കാരണം ഈ ലോകം അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ ലോകം അത് നമ്മെ കാണിച്ചു വരികയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് ഓർപ്പിക്കുന്നത്, നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കുവാൻ ആരെയും നീ അനുവദിക്കരുത്. നീ ചെറുപ്പമെങ്കിലും നിസ്സാരമെന്ന മട്ടിൽ നിന്നോട് പെരുമാറുവാൻ ആരെയും നീ അനുവദിക്കരുത്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും നീ ആചരിക്കണം. വിശുദ്ധന്മാരോടുള്ള നിന്റെ കൂട്ടായ്മ എങ്ങനെ ആയിരിക്കണം? നീ യൗവന മോഹങ്ങളെ വിട്ടോടണം എന്ന് പറഞ്ഞാൽ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടതകളിൽ നിന്നും അകന്നു നിന്ന് നീതിയിൽ ജീവിക്കുവാനായിട്ട് കഴിയണം. ദൈവം നിന്നെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഇന്ന് നമുക്കറിയാം നമ്മുടെ യൗവനക്കാരുടെ അവസ്ഥകൾ എന്താണെന്ന്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അവരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭീതിയുടെ തലക്കൽ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിപ്പീനെന്ന് യിരെമ്യാവ് വിലാപങ്ങളുടെ പുസ്തകം എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭീതിയുടെ തലക്കൽ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന യൗവനക്കാരെ ഇന്ന് അനേക ഇടങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അവൻ ശാരീരികമായിരിക്കുന്ന ഒരു വിശപ്പല്ല, അവൻ മാനസികമായി സംതൃപ്തിയില്ലാതെ അവൻ പരാജയമടഞ്ഞവരായി മദ്യത്തിനും മയക്കുമരുന്നിനും അവൻ വെറിക്കൂത്തിനും അടിമകളായി തെരുവുകളിലും പട്ടണ വീതികളിലും അവൻ സ്റ്റേഷനുകളിൽ റെയിൽവേ കോമ്പൗണ്ടുകളിലും അവൻ എന്ന് വേണ്ട അവൻ സമൂഹത്തിന്റെ ഉന്നതമായിരിക്കുന്ന നിലവാരം പുലർത്തുന്ന വ്യക്തികൾ പോലും അവരുടെ തലമുറകൾ പോലും ഇന്ന് അവൻ വിശപ്പ് കൊണ്ട് വലഞ്ഞു നടക്കുന്നവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് അവൻ നിങ്ങളെ ഏൽപ്പിക്കേണ്ട ചില ശുശ്രൂഷകളുണ്ട്. അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ അവൻ വാലല്ല, അവൻ നിങ്ങളെ തലയാക്കി മാറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ
തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്തിന്റെ സംഭവങ്ങളെ വിവരിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും പിന്നെ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും, പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏക്ഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായി യൗവനക്കാരനായിരിക്കുന്ന തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 2 ലേഖനങ്ങളിൽ അങ്ങനെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതി കൊടുക്കുമ്പോൾ അവർ പറയുകയാണ്, മകനെ, അന്ത്യനാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഹല്ലേലൂയ. അന്ത്യനാളുകളിൽ ആമേൻ, ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുക. അന്ത്യനാളുകളിൽ, ഈ നാളുകളിൽ ലോകത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. മനുഷ്യർ സ്വസ്നേഹികളല്ലേ? അല്ലേ? പണ്ട് നമുക്കുണ്ടായിരുന്ന ഐക്യതകളൊക്കെ തകർന്നു പോയി. നമുക്കുണ്ടായിരുന്ന കൂട്ടായ്മകളൊക്കെ തകർന്നു പോയി. നമുക്കുണ്ടായിരുന്ന അനുഗ്രഹങ്ങളൊക്കെ പാടെ മാറ്റപ്പെട്ടു. മനുഷ്യർ സ്വസ്നേഹികളായിട്ട് മാറി. മനുഷ്യർ വമ്പ് പറയുന്നവരായിട്ട് മാറി. സ്വസ്നേഹികളായിട്ട് തീർന്നു. വേദപുസ്തകത്തിന്റെ ഉപദേശപ്രകാരം ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് വിദ്യാലേഖനം 2:21 ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ നോക്കുന്നത്. ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ നോക്കുന്നത്. വിദ്യാലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം എന്ന് പൗലോസ് പറയുമ്പോൾ ഫിലിപ്പിയാലേഖനത്തിൽ അതേ പൗലോസ് തന്നെ പറയുന്നു, സ്വന്തം കാര്യമത്രേ നോക്കുന്നത്. ഇന്ന് അവനവന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഭക്തനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പേര് നമുക്കറിയാം. സൺഡേ സ്കൂൾ മുതലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആ മനുഷ്യൻ 120 സംവത്സരം പ്രസംഗിച്ചു. 120 വർഷം ആ മനുഷ്യൻ പ്രസംഗിച്ചത്. ആ മനുഷ്യനൊരു ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടാണ് ആ മനുഷ്യൻ പ്രസംഗിക്കുന്നത്. നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. പെട്ടകം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നീ ജനത്തോട് പറയണം, അതുവരെ സംഭവിക്കാത്ത മഹാസംഭവം നടക്കാൻ പോകുകയാണ്. കാരണം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കാൻ പോകുകയാണ്. ഭൂമിയുടെ ഉറവുകൾ തുറക്കാൻ പോകുകയാണ്. വലിയൊരു ജലപ്രളയം ഉണ്ടാകുന്നു. രക്ഷപ്പെടണമെങ്കിൽ ഈ പെട്ടകത്തിന്റെ ഉള്ളിൽ കയറിക്കൊള്ളണം. 120 വർഷം ഈ നോഹ എന്ന് പറയുന്ന വല്യപ്പൻ പ്രസംഗിച്ചു നടന്നു. ഒരു മനുഷ്യൻ പോലും ഈ പ്രസംഗം ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചു, പക്ഷെ ആരും അതില്ല, കൂട്ടാക്കിയില്ല. ഇന്നത്തെ അനുഭവം അത് തന്നെയല്ലേ? ഇന്നെത്രയോ പ്രസംഗങ്ങൾ നാം കേട്ടു മറക്കുന്നു. എത്രയോ ആഹ്വാനങ്ങൾക്ക് നാം ചെവി കൊടുത്തിരിക്കുന്നു. എത്രയോ മടങ്ങിവരവുകൾക്ക് നാം ചെവി കൊടുത്തിരിക്കുന്നു. എത്രയോ പ്രാവശ്യം നാം കേട്ട് തരംഭിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ലോത്ത് വാർത്തതായ പട്ടണങ്ങളിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വരുമ്പോൾ ലോത്ത് വാർത്തിരിക്കുന്ന പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ഈ
ഈ കാര്യം ദൈവത്തിന്റെ ദൂതന്മാർ പറയുമ്പോൾ ലോത്തിന്റെ മരുമക്കൾ അത് കളിയെന്ന് വിചാരിച്ചു. ലോത്തിന്റെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ മക്കളെ കെട്ടിയവരത് കളിയെന്ന് വിചാരിച്ചു. ഇന്ന് രാത്രിയിലും ഇതൊക്കെ കളിയെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രിയിലും ഇതൊക്കെ നിസ്സാരമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രിയിലും ഇതൊക്കെ വെറും പാഴ്വേൽ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ വെറും വയറ്റിപ്പിഴപ്പെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ വെറും തട്ടിപ്പെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. യേശുക്രിസ്തുവിന് പോലും അസ്തിത്വമില്ലാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അവൻ ദൈവമല്ലെന്ന് പോലും പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പോലും യേശുക്രിസ്തുവിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ചരിത്ര പഠനങ്ങളൊക്കെ അതിനു വേണ്ടി അവനെ പിൻബലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കാലയളവിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് ഈ വചനത്തിൽ നിലനിൽപ്പാനായിട്ട് കഴിയും? ഇന്ന് രാത്രിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. മനുഷ്യ സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും, ദാഷ്ട്രീയക്കാരാകും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാകും. എത്ര കൂട്ടം കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കൊരു കുഴപ്പമുണ്ട് അല്ലേ? CSIക്കാരുടെ ഏറ്റവും വലിയ കുഴപ്പം, ഏറ്റവും നല്ലതെന്താ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം നല്ലത് അറിയത്തില്ല, നമുക്ക് ചെയ്ത് അറിയാം അല്ലേ? നല്ലത് ഏതാണെന്ന് അറിയത്തില്ല, ചീത്ത ഏതാണെന്ന് നമുക്ക് അറിയാം. CSIക്കാരെ സംബന്ധിച്ച് അവർക്കുള്ള ഏറ്റവും നന്മയെന്ന് പറയുന്നത് എന്താ? അവിടെ ഒരു പെൺകൊച്ചിങ്ങനെ എന്താ അവരുടെ പാട്ട് നല്ല നല്ല പാട്ടാണ് അല്ലേ? പാട്ടൊക്കെ നല്ല അടിപൊളി അല്ലേ? പാട്ടുപാടുന്നതിൽ നമ്മളെ തോൽപ്പിക്കാൻ ആരും മുമ്പോട്ട് വരുന്നു. നമ്മൾ ആരെയും വെട്ടിയെത്തി മുമ്പിൽ നമുക്കതിന്റെ ചില കഴിവുകളൊക്കെ ഉണ്ട്. നമുക്കുള്ള പരാജയങ്ങൾ പാടുന്നതല്ലാതെ പിന്നെ പാടുന്നതല്ലാതെ ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന ആൾ ഏതാണെന്ന് പോലും നമുക്ക് അറിയാം. ആരെ കുറിച്ചാണ് പാടുന്നത്, എന്തിനെ കുറിച്ചാണ് പാടുന്നത്, എങ്ങനെയാണ് പാടുന്നത്, എവിടെയാണ് പാടുന്നത്, അതിന്റെ നിലവാരം എന്താണ്? ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പരാജയങ്ങൾ അനവധിയുണ്ട്, എന്നാൽ അതുപോലെ നന്മയും നമുക്കുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിൽ 3 വ്യക്തികളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3-ാമത്തെ വാക്യം. പഴയ നിയമത്തിലെ ശക്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചാൽ, യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകുകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു. യാക്കോബിന്റെ മകനായ യോസേഫ്. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, യോസേഫിന് എത്ര മക്കൾ, യാക്കോബിന് എത്ര മക്കൾ? യാക്കോബിന് എത്ര മക്കൾ? 13 മക്കൾ. ശരിയാണോ തെറ്റാണ്?
ശരി, എത്ര ആൺമക്കളുണ്ട്? 12 ആൺമക്കളും ഒരു പെൺകുട്ടിയും. അവിടെ പേരെന്താ? ദീന. അവിടെ പേരാണ് ദീന. ഈ 12 ആൺമക്കളും യാക്കോബിന്റെ കൂടെ വളർന്നവരും യാക്കോബിന്റെ കൂടെ സഞ്ചരിച്ചവരുമാണ്. ദീനായെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൻ ദേശം കാണാനായിട്ട് കടന്നുപോയി. ജാതീയ കുലത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി. അതിന്റെ ചരിത്രം വേറെയാണ്, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഈ 12 മക്കളും യാക്കോബിനോട് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് യോസേഫ്. അതിനൊരു കാരണമുണ്ട്. യാക്കോബ് സ്നേഹിച്ചതായ റാഹേലിൽ ജനിച്ചതായ മകനാണ് ആര്? യോസേഫ്. അതുകൊണ്ട് 11 മക്കളും ആടുകളെ മേയിക്കുവാനായിട്ട് വനാന്തരത്തിലേക്ക് കടന്നു പോകുമ്പോൾ അപ്പനോടൊന്നിച്ച് ഭവനത്തിലിരുന്ന് അപ്പന് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്ത് അപ്പനോടൊപ്പം അവന്റെ ഒരു സംരക്ഷകനായി എപ്പോഴും യോസേഫ് ഭവനത്തിലുണ്ടായിരിക്കും. എന്നാൽ ചില ദിവസങ്ങൾ അപ്പനോടൊപ്പം ഇരുന്നപ്പോൾ യാക്കോബ് യോസേഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ സഹോദരന്മാര് ആടുകളെ മേയിക്കാൻ പോയിട്ട് അവൻ കുറച്ചു ദിവസങ്ങളായി അവരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അവർ ഏത് ദേശത്തേക്കാണ് പോയതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, അവരെ അന്വേഷിച്ചു പോകണം. യോസേഫിന് ഒരു പ്രത്യേകതയുണ്ട്. സഹോദരന്മാരെ കാണുകയെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഇന്ന് സഹോദരന്മാരെ കാണുക എന്ന് പറയുന്നത് ഇതുപോലെ പിണക്കമുള്ളൊരു കാര്യം. ഈ വാക്ക് കേട്ട മാത്രയിൽ യോസേഫ് അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് ഓടി. അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതൊക്കെ നമുക്കറിയാം. ആ യാത്രയിൽ അവരെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവരെ കണ്ടെത്തി. ദൂരത്ത് വെച്ച് തന്നെ യോസേഫിനെ കണ്ട മാത്രയിൽ യോസേഫിന്റെ സഹോദരന്മാർ മൂത്തവൻ തുടങ്ങി എല്ലാവരും ഒരുപോലെ ഒരു സംസാരമുണ്ടായി. ദർശനക്കാരുണ്ട്. യോസേഫിന് ഒരു കുഴപ്പമുണ്ട്. അവന് സ്വപ്നം കാണും. നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് അല്ലേ? ആണോ? സ്വപ്നം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാ സ്വപ്നം കാണുന്നത്? അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അല്ലേ, ആ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ രാത്രിയിൽ ഇവിടുന്ന് പോക്ക് ഉണ്ടാകാത്ത. ഞാൻ ഈ ദേവാലയത്തിൽ കിടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൺവെൻഷന് വരുമ്പോൾ അന്ന് PM ചാക്കോച്ചന്റെ മകനാണ് ഓർഫൻ വായിക്കുന്നത്, റെജി. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഇവിടെ വെച്ചൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു പഴയ ദേവാലയമായിരുന്നു, ഇതിൻ്റെ അകത്ത് കിടന്നു. ആ രാത്രി റെജി ഒത്തിരി കഥ പറയും. അവിടെ നടന്ന സംഭവം, ഇവിടെ നടന്ന സംഭവം ഒക്കെ പറയും. 4 മണിയാകുമ്പോൾ ഉറങ്ങും, 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. ഒരു ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോഴാണ് 2 മണിയായപ്പോൾ സാറ് വന്ന് പറഞ്ഞു, അന്ന് വൈകിട്ടൊരു മഴ വെള്ളം കയറിയൊന്ന് അറിയാൻ വേണ്ടിയാണ്. ദേവാലയത്തിൽ വെള്ളം നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ കഥ പറഞ്ഞത്. നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ദർശനങ്ങളെ കുറിച്ച് പറയാനുണ്ട്, സ്വപ്നങ്ങളെ കുറിച്ച് പറയാനുണ്ട്, പകൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയാനുണ്ട്. തന്റെ അപ്പനോട് കൂടെ ഇരുന്നപ്പോൾ തനിക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങളെ കുറിച്ച് സഹോദരന്മാരുമായിട്ട് പങ്കുവയ്ക്കുവാനുണ്ട്. യോസേഫ് ഓടി അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യോസേഫിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അവർ ദൂരത്ത് വെച്ച് കണ്ടപ്പോഴേ യോസേഫിനെ കുറിച്ച് പറഞ്ഞു, ഇവനെ കൊന്നു കളയണം.
ഇവൻ അപ്പൻ സ്നേഹിക്കുന്ന മകനായി ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൻ ഒരു നിലയാക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൊന്നുകളയണമെന്നുള്ള തീരുമാനമെടുത്ത് യോസേഫ് അവരോട് അടുത്ത് വന്നപ്പോൾ രൂബേൻ എന്ന് പറയുന്ന മൂത്ത മകൻ ഈ സഹോദരന്മാരോട് വന്ന് പറഞ്ഞു, അവനെ കൊല്ലരുത്. അവൻ തിരികെ ചെല്ലുമ്പോൾ അപ്പന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടത് ഞാനാണ്, അതുകൊണ്ട് അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അവർ മരിച്ചില്ല, കൊല്ലുന്നില്ല. അടുത്തുള്ള പൊട്ടക്കിടത്തിലേക്ക് അവനെ വലിച്ചത്. രൂബേൻ അങ്ങ് പോയി, അവൻ ആളുകളെ കൊണ്ടുപോയി. എന്നാൽ മറ്റു സഹോദരന്മാരെല്ലാവരും കൂടെ കൂടി അവൻ വിദ്യാലയ കച്ചവടക്കാർക്ക് വിറ്റു. രൂബേൻ മടങ്ങി വന്നപ്പോൾ ബാലനെ കാണാനില്ല. ബാലൻ ഇവിടെ പോയി അന്വേഷിച്ചു. വിദ്യാലയ കച്ചവടക്കാർ കൊണ്ടുപോയി. പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഞാൻ വളരെ വേഗത്തിൽ കടന്നു പോവുകയാണ്. പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് അവൻ കടന്നു ചെന്നു. അവിടെയുള്ള സകലവിധ വസ്തുക്കൾക്കും അധികാരിയായിട്ട് അവൻ മാറി. പൊത്തിഫേറിന്റെ ഭവനത്തില് അവൻ ഒരു മേൽനോട്ടക്കാരനായി അവിടെ പൊത്തിഫേർ നിർമ്മിച്ചു. എന്നാൽ അവിടെ തന്നെ വശീകരിക്കുന്ന, തന്റെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന, അവൻ തന്റെ യൗവനത്തെ തുച്ഛീകരിക്കുന്ന അവൻ വലിയൊരു അനുഭവം അവിടെ ഉണ്ടായി. പൊത്തിഫേറിന്റെ ഭാര്യ യോസേഫിന്റെ മേൽ കണ്ണുവെച്ചു. പല പ്രാവശ്യമായി യോസേഫിനെ തന്റെ കരങ്ങളിൽ കിട്ടുവാൻ വേണ്ടി അവൾ ആഗ്രഹിച്ചു. എന്നാൽ യോസേഫ് ആ മോഹങ്ങളെ വിട്ട് യോസേഫ് ഓടുവാനായിട്ടിടയായി. ഒരിക്കൽ അവന്റെ വസ്ത്രം കൂടെ ഇവിടെ കയ്യിലകപ്പെട്ടു. ആമേൻ. അവൾ മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞു, ആമേൻ, ഇതാ ഒരു ഇസ്രായേലിയൻ, ഒരു എബ്രായൻ, ആമേൻ, എന്നെ അവകാശമാക്കാൻ വന്നിരിക്കുന്നു. പൊത്തിഫേർ വാർത്ത കേട്ടവനെ ജയിലിലാണ്. ഞാൻ പെട്ടെന്ന് പോവുക. ആ ജയിൽവാസം അവൻ അനുഗ്രഹമായിരുന്നു. ഇതിന് കാരണം എന്ന് പറയുന്നത് ജയിലിൽ കിടന്നതായിരിക്കുന്ന യോസേഫ് അവൻ അന്നത്തെ ജയിലിന്റെ അനുഭവത്തിൽ അവൻ അവിടെ വസിക്കുമ്പോൾ ജയിലിലുള്ള സകലരെയും ഈ യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവനവന്റെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. വിട്ടില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ, നമ്മെ ചതിയിൽപ്പെടുത്തുന്ന, ചതിക്കുവാൻ വരുന്ന പല മോഹങ്ങളും നമ്മുടെ കണ്ണിന് മുമ്പാകെ കടന്നു. ആമേൻ. യോസേഫ് എന്താ ചെയ്തത്? അവൻ പാപത്തെ വിട്ടോടി, പാപത്തിന്റെ ശക്തിയെ വിട്ടോടി, പാപത്തിന്റെ സാമീപ്യം അവൻ വിട്ടോടി. നീതിമാനായിരിക്കുന്ന യോസേഫിന് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? പാപത്തെ വിട്ടോടിയത് കൊണ്ട്, പാപത്തെ വിട്ട് അതിന്റെ ശക്തിയെ വിട്ടോടിയത് കൊണ്ട്, പാപത്തിന്റെ സാമീപ്യം വിട്ടോടിയത് കൊണ്ട് അവൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ജയിൽവാസമാണ് അവൻ അനുഭവിക്കേണ്ടി വന്നത്. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഓർക്കണമേ, യുവാക്കന്മാരെ നിങ്ങൾ ഓർക്കണമേ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ആരോഗ്യം, നമുക്ക് ദൈവം തന്നിട്ടുള്ള സൗന്ദര്യം, നമുക്ക് ദൈവം തന്നിട്ടുള്ള അവൻ ജ്ഞാനം, നമുക്ക് ദൈവം തന്നിട്ടുള്ള വിദ്യാഭ്യാസം, നമുക്ക് ദൈവം തന്നിട്ടുള്ള അവൻ വിവേകം, അത് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ആമേൻ. പണ്ടൊരിക്കൽ ഞാൻ ഓർക്കുന്ന ഒരു മനുഷ്യൻ, അവൻ പെന്തക്കോസ്തിന്റെ വലിയ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അനുഭവം ഒരു വ്യക്തി എന്നോട്, ഒരു യൗവനക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ആ യൗവനക്കാരൻ എന്നോട് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: സാറേ, ഞങ്ങളൊരു യാത്ര പോയി, അത് വേറെ എങ്ങുമല്ല, ഞാനും പാസ്റ്ററും കൂടെ ഗോവയ്ക്ക് പോയി. ഗോവയിൽ ഞങ്ങൾ 3-4 ദിവസം താമസിച്ചു. ചെന്നതിന്റെ പിറ്റേ ദിവസം പാസ്റ്റർ എന്നോട് പറയുക, ഇവിടെ മദ്യത്തിന് വില കുറവാണ്, ഇവിടെ ഇനി 2 ദിവസം കൂടെ നമുക്ക് 2 എണ്ണം അടിച്ചിട്ട് നീ നാട്ടിൽ ചെന്ന് ആരോട് പറയാതിരിക്കണം. നാട്ടിൽ ചെന്ന് ആരോടും ഈ കാര്യം പറയുന്നത്. ഇവിടെ യൗവനക്കാരൻ പറയും, എന്റെ ചങ്ക് തകർന്നു. ഇയാൾ ആ സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അഗ്നി ഇറങ്ങട്ടെ, പിന്നെ എന്തൊക്കെ ഇറങ്ങും? ദേവാലയം നിറയട്ടെ, പിന്നെ അന്യഭാഷ ഇങ്ങോട്ട് വരട്ടെ, അല്ലേ?
തുള്ളിക്കൊണ്ട് പ്രസംഗിക്കുന്ന ദൈവദാസൻ പറയാം, ഗോവയിൽ മദ്യത്തിന് വിലക്കുറവാണ്, ടാക്സിൽ ഒരു 2 എണ്ണം ഇവിടുന്ന് അടിച്ചിട്ട് പോകാം. പഴയ നിയമത്തിലുണ്ട് പുരോഹിതന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും ദേവാലയത്തിലെ ശുശ്രൂഷകരും ഒരുപോലെ മദ്യപാനികളായി മാറിയിരിക്കുന്നു, ഒരുപോലെ പാപത്തിന് അടിമകളായി മാറിയിരിക്കുന്നു, ഒരുപോലെ വിവേകം നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു. പഴയ നിയമത്തിന്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് അവൻ ദൈവം പറയുന്നത് എന്താണ്? ഞാൻ ദേവാലയത്തെ ശൂന്യമാക്കി കളയും. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവസരങ്ങൾ, ദൈവനാമത്തെ സ്തുതിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ. യൗവനക്കാരെ, എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കണം. പാപത്തോടുള്ളൊരു പോരാട്ടം ജീവിതത്തിൽ ഉണ്ടാകണം. പാപത്തോടുള്ളൊരു പോരാട്ടം ജീവിതത്തിൽ ഉണ്ടാകണം. എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും എന്റെ ചിന്തകളെയും എന്റെ ആരോഗ്യത്തെയും തകർക്കുന്നതായ അവൻ ഒരു ബന്ധത്തിൽ ഞാൻ ഏർപ്പെടുകയില്ല എന്ന് തീരുമാനമെടുക്കുവാൻ കഴിയണം. രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ തീരുമാനം നമുക്കുണ്ടോ? ഈ തീരുമാനം നമുക്കുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ സ്നാനപ്പെടുത്താൻ കൊണ്ടുവരുമ്പോൾ ജ്ഞാനമാതാപിതാക്കൾ എത്ര തീരുമാനമെടുക്കും? ജ്ഞാനമാതാപിതാക്കളാണല്ലോ അവരുടെ തീരുമാനമെടുക്കും. ആൺകുട്ടികളായാൽ എത്ര പുരുഷന്മാരാ ജ്ഞാനമാതാപിതാക്കളാണ്? 2 പുരുഷനും 1 സ്ത്രീയും. പെൺകുട്ടിയായാൽ 2 സ്ത്രീയും 1 പുരുഷനും. സ്ഥിരീകരണം കഴിഞ്ഞവർ പറഞ്ഞു, എന്താ തീരുമാനം? ഉടമ്പടി എന്താ? നമ്മളാണ് ചികിത്സക്കാർ, നമ്മളാണല്ലോ. ഞാൻ മാതാപിതാക്കളായിരുന്നവർക്കറിയാവും. മൂന്ന് കാര്യങ്ങൾ, 3 പ്രതിജ്ഞകൾ വളരെ പ്രധാനമായിട്ട് പറയുന്നു. ജ്ഞാനമാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത 3 കാര്യങ്ങൾ. പാപത്തെ ഉപേക്ഷിക്കുമെന്ന്, പിന്നെ നിങ്ങൾ ആ സ്ഥിരീകരണ പാഠപുസ്തകം ഒന്ന് വായിച്ചു. അതിനകത്ത് 3 കാര്യങ്ങൾ, 1, 2, 3 എഴുതി കൊടുത്തിട്ടുണ്ട്. ജ്ഞാനമാതാപിതാക്കൾ ചൊല്ലേണ്ടതായ കാര്യം. അത് എത്രാമത്തെ വയസ്സിലാണ്? എത്രാമത്തെ വയസ്സിലാണ്? അതും നമ്മൾ വിട്ടുകളയും. അതിലേക്ക് പ്രവേശിച്ചാൽ പ്രശ്നം മുമ്പോട്ട് പോകത്തില്ല. ഇവിടെ ജ്ഞാനമാതാപിതാക്കൾ ഈ തീരുമാനമെല്ലാം എടുത്ത് അവനൊരു 10 വയസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു 10 വയസ്സ് കഴിയുമ്പോൾ അവന്റെ ചെവിയിൽ കേൾക്കുന്ന വാക്കുകൾ ജ്ഞാനമാതാപിതാക്കളിൽ നിന്ന് കേൾക്കേണ്ട വാക്കുകളല്ല കേൾക്കുന്നത്. ആമേൻ. 13 വയസ്സ് അവന് തികയുമ്പോൾ, അവൻ തികയുമ്പോൾ എപ്പിസ്കോപ്പയുടെ അടുക്കൽ നീ ഇവനെ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ആമേൻ ഇവന് വേണ്ടിയുള്ള ഉടമ്പടികൾ ഏറ്റെടുത്ത് ഇവനെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആ ജ്ഞാനമാതാപിതാക്കൾ തന്നെ ആമേൻ അവന്റെ 10ാമത്തെ വയസ്സിൽ അവന്റെ കയ്യിൽ 10 രൂപയും കൊടുത്ത് അടുത്തുള്ള കടയിലേക്ക് പറഞ്ഞു വിടും. എന്തിനാ? അങ്ങനെ ആരും പോയിട്ടില്ല. പോകാത്തത് കൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകാത്തത് കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആ ജ്ഞാനമാതാപിതാവ് തന്നെയാണ് പറഞ്ഞു വിടുന്നത്. പോയി, അല്ലെങ്കിൽ പറയാൻ കട പറഞ്ഞാൽ മതി, ചാച്ചൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ചാച്ചൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ
വീട്ടിൽ പിന്നെ എത്ര കാണുന്നുണ്ട്? പിന്നെ ഇതൊക്കെ ചടങ്ങായിട്ട് നമ്മളങ്ങ് നടത്തും. ഏറ്റെടുത്ത സ്ഥിരീകരണത്തിന് ഏറ്റെടുത്തതായ ആ കൽപ്പന ഇന്ന് പാലിക്കുന്നു. പണ്ടോ പഠിക്കാൻ വേണ്ടി പഠിച്ചു, അത് നടത്താൻ വേണ്ടി നടത്തി, പിന്നെ നമ്മളിങ്ങനെ ഓർത്തിരിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തിന്റെ ജനമായി, ദൈവത്തിന്റെ വൈദ്യരായി, യേശുക്രിസ്തുവിന് കൊള്ളാവുന്നവനായി, യേശുക്രിസ്തുവിന്റെ മകനായി, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവர்களായി എന്നെ നിങ്ങളെയും വേർതിരിച്ചിരിക്കുന്ന സമയമാണ്. അല്ലാതെ ലോകത്തിന്റെ കൂട്ടുകാഴ്ചയ്ക്ക് നിന്നു കൊടുക്കാനുള്ളവരല്ല നമ്മൾ യൗവനക്കാർ. ലോകത്തിന്റെ കൂട്ടുകാഴ്ചയ്ക്ക് നിന്നു കൊടുക്കാനുള്ളവരല്ല. എത്രയോ കുടുംബങ്ങളിലാണ് അവൻ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ. എത്രയോ കുടുംബങ്ങളിലാണ് അവൻ മക്കളെ ഓർത്ത് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ. എത്രയോ കുടുംബങ്ങളിലാണ് അവൻ തങ്ങൾക്ക് ലഭിച്ച മക്കൾ നിമിത്തം ഭാരം അനുഭവിക്കുന്നവർ. എത്രയോ കുടുംബങ്ങളിലാണ് അനേക യുവാക്കന്മാർ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഓർക്കുക, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിന്റെ യൗവനത്തെ ആരും തുച്ഛീകരിക്കരുത്. യോസഫിനെ നീ മാതൃകയാക്കുക. അവൻ ന്യായപ്രമാണമില്ലാത്തൊരു കാലഘട്ടം, ന്യായപ്രമാണമോ പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന പ്രമാണങ്ങളോ അവൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ യോസഫ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഇത് പാപമാണെന്ന്? ഇത് പാപമാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അവന്റെ അപ്പന്റെ കൂടെ അവൻ വസിച്ചപ്പോൾ അവന് മനസ്സിലായി ഇത് പാപമാണെന്ന്. അവന്റെ ദൈവത്തെ അവൻ ഓർത്തു. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പാപത്തെ ചെയ്യുകയില്ല. എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഈ പാപത്തെ ചെയ്യും? അവൻ പാപത്തെ വിട്ടോടിയവനാണ്. ഇന്ന് രാത്രിയിൽ യോസഫിനെ ഒരു മാതൃകയായിട്ട് എടുക്കുവാൻ കഴിയണം. രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ഒരു മാതൃക നമുക്കുണ്ട്. നമ്മുടെ മോഡലായ എല്ലാവർക്കും ഹെയർ സ്റ്റൈലിൽ ഒരു മോഡൽ. അതാതെ നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറിലും ഒക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒത്തിരി പേരുടെ പടം വെച്ചിട്ടുണ്ട്. ഏത് മോഡലിൽ വേണമെങ്കിലും വെട്ടി, മുടി വെട്ടി അല്ലേ? ഏത് മോഡലിൽ വേണം. ഇവിടെ പിന്നെ അങ്ങനെ ഒന്നും കാണും, ഇവിടെ പിന്നെ അങ്ങനെയൊന്നും കാണും. ഈ പടിഞ്ഞാറ് നിങ്ങളുടെ മേഖലകളിലാണല്ലോ കൊയ്ത്ത് കൂടുതൽ നടക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ് മെതിയൊക്കെ കഴിഞ്ഞ് കളത്തിൽ അവശേഷിക്കുന്ന അതിന്റെ പേരാണ് കക്ഷി അല്ലേ? അത് എന്ത് ചെയ്യും? കളത്തിലിട്ടേക്കും. അത് മിക്കവാറും എത്തുന്നത് കിഴക്കൻ മേഖലകളിലും പടിഞ്ഞാറ് മധ്യഭാഗത്തും ഒക്കെയാണ്. വണ്ടിയിൽ കയറ്റി ഇപ്പോഴത് കാണുന്നില്ല. പണ്ടൊക്കെ ഇങ്ങനെ ലോറിയിൽ കയറ്റി ഒരു ലോഡ് കണക്കിന് കൊണ്ടുപോകുമായി. അത് കൊണ്ടുപോകുമ്പോൾ ആ ലോറി കാണാൻ തന്നെ ഒരു ഭംഗി. ലോറിന്റെ ക്യാബിന്റെ മുകളിൽ കൂടി ഇങ്ങനെ വന്ന് അതെങ്ങനെ കിടക്കും. അതിന്റെ അടുത്തൂടെ ഒരു വണ്ടി പോയാൽ ആ വണ്ടിക്കകത്ത് മുഴുവൻ ഉണ്ടാകും അല്ലേ? ഇവിടെ പിന്നെ എങ്ങനെ കച്ചത്തൂർ കാണും. എല്ലാവരും നല്ല ഭംഗിയായിട്ട് മുടിയൊക്കെ ഉള്ള മുടിയൊക്കെ വെട്ടി ഭംഗിയായിട്ട് വന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് ദൈവം ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട്. ആ സൗന്ദര്യം പുറമെ കാണുന്നതല്ല, ഉള്ളിലുള്ളതാണ്. അതിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം, അതിനെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് സമൂഹത്തിൽ അഭിഷേകം ദാവീദിനെ
നോക്കുമ്പോൾ ശമൂവേലിനോട് ദൈവം പറയുന്നത്, നീ അവന്റെ പുറമേ ഉള്ളത് നോക്കരുത്, അകത്തെ സൗന്ദര്യം കാണും. ഹല്ലേലൂയ. അകത്തെ സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യോസേഫിനെ നിങ്ങൾ മാതൃകയാക്കുക. രണ്ടാമതൊരു കാര്യം ഇവിടെ പറയട്ടെ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് രണ്ടാമത് ദാനിയേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചാൽ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. ഇത് വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? ആമേൻ. ചന്ദ്രയ്ക്ക് മേശയ്ക്ക് അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാരെ അവൻ 4 പേരെ അവൻ ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ആ ബാബിലോൺ സാമ്രാജ്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് അവരെ കൊണ്ടുചെല്ലുമ്പോൾ ആദ്യം അവരെ പരീക്ഷിച്ചത് രാജകീയ ഭോജനം കൊടുത്ത ചന്ദ്രയ്ക്കിനോട് മേശയ്ക്കിനോടും അബേദ്നെഗോവിനോടും ആമേൻ രാജാവ് പറഞ്ഞത്, നിങ്ങൾക്ക് രാജകീയ ഭോജനം തരാം. ദാനിയേൽ അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ തീരുമാനം, രാജാവിന്റെ ഭോജനം കൊണ്ടോ രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല. രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടോ രാജകീയ ഭോജനം കൊണ്ടോ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല. ഇത് ഭക്ഷണ രീതിയിലുള്ളതാണ്. ഇന്ന് നമ്മുടെ ഭക്ഷണ രീതികൾ മാറിയില്ലേ? നമ്മുടെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ്? നമ്മുടെ ഭക്ഷണ രീതികളിൽ നിങ്ങൾ ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഒരു മേഖലയാണ് നിങ്ങളുടെ മേഖല, അല്ലേ? ടൗണില് ഈ സന്ധ്യാസമയം ഒരു 6:30 കഴിഞ്ഞ് 6 മണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ എല്ലാ ഹോട്ടലുകളുടെ മുമ്പിലും വമ്പിച്ച തിരക്ക്, അല്ലേ? എല്ലാ ഹോട്ടലുകളുടെ മുമ്പിലും വമ്പിച്ച തിരക്ക്. ഒറ്റ വീട്ടിൽ പുകയുള്ള അടുപ്പില്ല, എല്ലാ അടുപ്പും പുകയില്ലാത്തത് സത്യമാണ്. എല്ലാവരും സന്ധ്യാസമയം കഴിഞ്ഞാൽ ഹോട്ടലിൽ വന്നായിരിക്കും ഫുഡ് കഴിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൗണിനോട് അടുത്ത് കിടക്കുന്നവരായതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അറിയത്തില്ല. എന്തോ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, വേർപ്പ് പൊടിച്ചുണ്ടാക്കിയതായ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട. പിന്നെന്താ വേണ്ടത്? ഫാസ്റ്റ് ഫുഡ്. പിന്നെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ, വീട്ടിലൊരു അതിഥികൾ കയറി വന്നാൽ നാം എവിടെയാണ് ആശ്രയിക്കുന്നത്? ഓടിച്ചെന്ന് ഇന്നെല്ലാം റെഡിമെയ്ഡായി കിട്ടുന്ന ഭക്ഷണശാലകൾ ഓടിച്ചെന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങിക്കൊണ്ടുവരാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ദാനിയേലും കൂട്ടരും പറയുകയാണ്, രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടോ രാജാവിന്റെ രാജകീയ ഭോജനം കൊണ്ടോ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കത്തില്ല.
മറ്റൊരു സംഭവം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ വിവാഹ വീടുകളിൽ വിവാഹത്തിന്റെ അന്നാണോ ചെറുപ്പക്കാർ കൂടുതൽ തലേദിവസമാണ്? എന്താ അതിന് കാരണം? എന്താ അതിന് കാരണം? ചിലർ പറയും നാളെ എനിക്ക് ജോലിയുള്ളതുകൊണ്ട് വരാൻ പറ്റത്തില്ല, നാളെ ആദ്യം വരുന്നത് ഇയാളായി, ദിവസം ആദ്യം വരുന്നത് പിന്നെ തലേദിവസം തിരക്കും. എന്തിനാ? ഞാൻ ഈയിടെ മരണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. മരണമെന്നോ കല്യാണമെന്നോ മാമോദിസയെന്നോ ആമേൻ പള്ളിയുടെ കുദാശയെന്നോ പട്ടം കുടയെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഇതുണ്ട്. ഒരച്ഛന്റെ കല്യാണത്തിന് പോയപ്പോൾ ഇടയല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടക്കുക. പക്ഷെ ഓഡിറ്റോറിയത്തെക്കാട്ടിലും കൂടുതൽ ആളുകളുണ്ട്. അവിടെ അടുത്ത് ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് ചെറിയൊരു റൂം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഓഡിറ്റോറിയത്തെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ചെറുപ്പക്കാർ അവിടെയായിരിക്കും. ഭാരത കണക്കിന് മദ്യം അവിടെ കൊണ്ട് വെച്ചിരിക്കുക. അത് അച്ഛനെന്നോ പട്ടക്കാരനെന്നോ ഉപദേശിയെന്നോ വ്യത്യാസം. എല്ലാ വീടുകളിലും ഇത് നമ്മുടെ ശാപം. ഒരു മരണ വീട്ടിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ വേദനയോടുകൂടി അവിടുത്തെ ഒരു സഹോദരനോട് പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളെന്താണ് കാണിക്കുന്നത്? ഒന്നിനും കഴിവില്ല. ദുഃഖമാണ്, ഭയങ്കര ദുഃഖമാണ്. മരണ വീട്ടിൽ രാത്രിയിൽ ഭക്ഷണം കൊടുക്കണം. അതിന് പ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി, മരണ വീട്ടിൽ പ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരാൾ പോയാൽ മതി. ഒരു വണ്ടി ആളാ പോയത്. 150 പ്ലേറ്റ് വാങ്ങിക്കാൻ ഒരു കാറിൽ പോകേണ്ട കാര്യമില്ല. ബൈക്കിൽ പോകാൻ പറഞ്ഞു, കാറിനെ പോകുന്നു. ഞങ്ങൾ കാറിന് ആ കടയിൽ ചെന്ന് പ്ലേറ്റും വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ പ്ലേറ്റ് അല്ല കൊണ്ടുവന്നത്. അവിടെ വേറെ ആരാണ്ടോ വാങ്ങിച്ചു വെച്ചിട്ട് ബീഫ് എടുത്തോണ്ട് ഇവിടെ വന്ന് ചോറ് വിളമ്പാൻ നേരത്ത്, വൈകിട്ട് ഭക്ഷണം കൊടുക്കാൻ നേരത്ത് ചോദിച്ചു, പ്ലേറ്റ് എന്ത് ചെയ്യും? പ്ലേറ്റ് അവിടെ ഇരിക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ 2 കിലോ ബീഫ്. ഉടനെ കടയിലോട്ട് വിളിച്ചു, ഞങ്ങൾ പ്ലേറ്റ് കിട്ടിയില്ല. കടക്കാരൻ പറഞ്ഞു, ബീഫ് കൊണ്ടുവരുവാണെങ്കിൽ പ്ലേറ്റ് തന്നെ. ഇവിടെ ആരോ വാങ്ങിച്ചു വെച്ചിട്ട് പോയ ബീഫ് നിങ്ങൾ എടുത്തുകൊണ്ടാണ്. അത്രയ്ക്ക് ബോധമായി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദാനിയേലിനെ മാതൃകയാക്കുക. രാജാവേ, രാജകീയ ഭോജനമാണ്. രാജാവ് കുടിക്കുന്ന പാനപാത്രമാണ്. രാജാവ് ഇരിക്കുന്ന മേശയാണ്. രാജാവിന്റെ ഭക്ഷണശാലയാണ്. അതാരും വേണ്ടെന്ന് വയ്ക്കത്തില്ല. പക്ഷേ ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട. ധൈര്യമുണ്ടോ നമുക്ക് പറയാം? ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പറയാൻ ധൈര്യമുണ്ടോ? എനിക്ക് വേണ്ടെന്ന് പറയാം. എനിക്ക് വേണ്ടെന്ന് പറയാം. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ മദ്യം സേവിക്കുന്നവരായിരിക്കില്ല. എന്നാൽ നിങ്ങൾ മദ്യത്തിന് പണം കൊടുക്കുന്നവരാണ്. അതും തന്നെ ദൈവത്തിനൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. എന്തുകൊണ്ട് നിന്നെ പോലെ നീ അവനെ ആക്കുന്നില്ല? നീ കൊടുത്തു വിടുന്നുണ്ടോ? നിന്നെ പോലെ എന്തുകൊണ്ട് അവനെ കുടിക്കാതാക്കുന്നു? ദൈവം ചോദിക്കും. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ദാനിയേലിനെ മാതൃകയാക്കുക. അവനെ രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക. രാജകീയ ഭോജനം കഴിച്ചവരെയും അവൻ
പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവൻ രാജകീയ ഭോജനം കഴിച്ചവരെക്കാൾ സുമുഖന്മാരായി രാജകീയ ഭോജനം കഴിക്കാതിരുന്ന ദാനിയേലും കൂട്ടരും അവരുടെ മുഖം ശോഭയുള്ള മുഖമായിരുന്നു. അവർക്ക് ജ്ഞാനമുദിച്ചു, അവർക്ക് വിവേകമുദിച്ചു. അവൻ സകല പരിജ്ഞാനത്തിലും ദൈവം അവരെ വളർത്തി. വെറും ശാഖാപദാർത്ഥം മാത്രം കഴിച്ച് ജീവിച്ചതായ ദാനിയേലും കൂട്ടരും പച്ചവെള്ളവും പരിപ്പും കൊണ്ട് മാത്രം കഴിഞ്ഞവർ ഇന്ന് രാത്രിയിൽ ഓർക്കട്ടെ, നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയും. രണ്ടാമത്തെ തീരുമാനമാണ്, രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. മൂന്നാമത്തെ തീരുമാനമുണ്ട്, രാജാവേ തമ്പുരു വീണ കിന്നരമൊക്കെ കേൾക്കുമ്പോൾ നിന്നെ നമസ്കരിക്കണമെന്ന് പറയുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾക്കൊരു ഉറച്ച തീരുമാനമുണ്ട്. വേളൂർ സഭയിലെ യുവജനങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കൊരു ഉറച്ച തീരുമാനമുണ്ട്. നമുക്ക് ഉറച്ചൊരു തീരുമാനമുണ്ട്. നമ്മുടെ യൗവനത്തെ തുച്ഛീകരിക്കാതിരിക്കാൻ നമുക്ക് ഉറച്ചൊരു തീരുമാനം ഒന്നുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്താട്ട്, ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 12-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം. ഗർഭം മുതൽ ദൈവത്തിന് നാശവൃത്തക്കാരനായിരിക്കണം. പിന്നെ ഇവിടെ ഒരു വലിയ ദർശനം അവിടെ ഉണ്ടാകുന്നു. ശിംശോൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ 12-ാമത്തെ ന്യായാധിപൻ, 12-ാമത്തതും അവസാനത്തതുമായ ന്യായാധിപൻ, അവന്റെ ജനനത്തെ സംബന്ധിച്ച് പറയുന്നത്, മനോഹിയുടെ ഭാര്യയ്ക്ക് ദൈവത്തിന്റെ ദർശനം ലഭിച്ചു. അവളോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്, അവൻ വീഞ്ഞും മദ്യവും കുടിക്കരുത്, നിന്നിലും ഉത്പാദിതമാകുന്നത് നാസർവ്രതക്കാരനായിരിക്കണം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ നാസർവ്രതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാസർവ്രതക്കാരൻ അവന്റെ തലയിൽ ക്ഷൗരം കത്തിച്ചുടുവാൻ പാടില്ല, അവൻ ശവത്തിന്റെ അടുക്കൽ കൂടെ പോകുവാൻ പാടില്ല, വീഞ്ഞും മദ്യവും കുടിക്കുവാനായിട്ട് പാടില്ല. എന്നാൽ ഈ ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവന് ദൈവം ആരോഗ്യം കൊടുത്തു, അവന് ദൈവം സൗന്ദര്യം കൊടുത്തു. ഇസ്രായേലിന്റെ 12-ാമത്തെ ന്യായാധിപനാണ്. അവനെ സംബന്ധിച്ചിടത്താണ് അവന് സംഭവിച്ച അധപ്പതനം. യോസേഫും ദാനിയേലും തീരുമാനമെടുത്തെങ്കിൽ ഇവിടെ ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യൻ അധപ്പതനത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ന്യായാധിപനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ, ഈ ശിംശോൻ വീഞ്ഞും മദ്യവും കുടിക്കരുതെന്ന് ദൈവത്തിന്റെ കൽപ്പനയില്ല. അവൻ നാസർവ്രതക്കാരൻ, ക്ഷൗരക്കത്തി തലയിൽ തൊടിയിക്കരുതെന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ശവത്തിന്റെ അടുക്കൽ കൂടെ പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ ശിംശോൻ തിന്നയിലേക്ക് പോകുമ്പോൾ ഒരു സിംഹം അവനെ, ഒരു ബാലസിംഹം അവനെതിരെ കടന്നു വന്നപ്പോൾ അതിന്റെ വായ്ക്ക് പിടിച്ച് 2 കൈയും കൂടെ പിടിച്ചവനെ ആ സിംഹത്തെ കീറിക്കളഞ്ഞവൻ അത്ര ശക്തിമാനായി. ഹല്ലേലൂയ. ഫിലിസ്ത്യർ അവനെ ഒരു വീടിന്റെ ഒരു കോട്ടയ്ക്കുള്ളിലാക്കി, അവനെ ബന്ധിച്ച് കോട്ടയ്ക്കുള്ളിലാക്കി, കോട്ട പൂട്ടി അവർ മടങ്ങിപ്പോരുമ്പോൾ ആ കോട്ടയുടെ കട്ടള ഓടാമ്പലോടെ പിഴുതെടുത്തു കൊണ്ടുവന്നവൻ. 300 കുടുക്കന്മാരെ വാലോട് വാല് ചേർത്ത് കെട്ടി അതിൽ തീപ്പന്തം കൊത്തി ഇറക്കി അവരുടെ പാടത്തിലേക്ക് ഇറക്കി വിട്ടവൻ. ആമേൻ. കയറുകൊണ്ട് അവനെ ബന്ധിച്ചു. ആമേൻ. അതെല്ലാം അവൻ ഉരിഞ്ഞു കളഞ്ഞവനാ, പൊട്ടിച്ചു കളഞ്ഞവനാ ശിംശോൻ. ഇത്ര ശക്തിമാനായിരിക്കുന്ന മനുഷ്യൻ, അവന്റെ അധപ്പതനം എന്താണ്? അവൻ ചെന്നെത്തിയത് അവൻ സോരൈ താഴ്വരയിലുള്ള ദലീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് അവൻ ചെയ്തു. അവൻ അവിടെ ഫെലിസ്ത്യരുമായി ഒരു സഖ്യതയിൽ ഏർപ്പെട്ടു.
ഈ അവൻ മല്ലനായിരിക്കുന്ന ശിംശോനെ ഞാൻ കീഴ്പ്പെടുത്തി തരാം. അവൾ അവനെ കീഴ്പ്പെടുത്തി. അവന്റെ തലയിലെ 7 ജലയും മുറിച്ചു. അവന്റെ ശക്തി ക്ഷയിച്ചു. ഒന്നാമത് അവനെ ചെയ്തത് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. രണ്ടാമത് അവര് ചെയ്തത് ചങ്ങലക്കിട്ടവനെ. മൂന്നാമത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഗോതമ്പ് പൊടിക്കുന്ന ജോലി കൊടുത്തു. ഇന്ന് രാത്രിയിൽ ഓർക്കുക, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ശിംശോനെ പോലെ ആയിത്തീരരുത്. ആമേൻ. നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക, കാഴ്ചയില്ലാത്തവനായി നീ മാറും. ആമേൻ. ഹല്ലേലൂയ. ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇന്ന് ഒരു കുരങ്ങ് കളിക്കാരനെ പോലെ, ഹല്ലേലൂയ, അവൻ ചെമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയായിട്ട് അവൻ മാറുകയാണ്. ഇന്ന് രാത്രി യൗവനക്കാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ സമൂഹത്തിൽ ഒരു കൂത്തുകാഴ്ചയാകരുത്. സമൂഹം കണ്ട് രസിക്കുന്നവരാകരുത്. അവൻ പരിസരവാസികൾ കണ്ട് രസിക്കുന്നവരാകരുത്. അവൻ നിന്നെ പ്രസവിച്ച അമ്മയ്ക്ക് വേദനയായി മാറരുത്. നിന്നെ വളർത്തിയ പിതാവിന് വേദനയായി മാറരുത്. അവന്റെ തല ഉയർത്തിപ്പിടിക്കേണ്ടതിന് പകരം തല പിടിച്ച് നടക്കേണ്ട അവസരം ഒരുക്കി കൊടുക്കരുത്. നിന്റെ അമ്മയുടെ സ്ഥാനം നീ മറക്കരുത്. അവൻ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. ശിംശോനെ, നിന്നെ വിളിച്ച ദൗത്യം നീ മറന്നുപോയി. രാത്രിയിൽ ശിംശോനെ പറ്റി അവർത്തുന്നതാണ് ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും പ്രവർത്തിയില്ല. ആമേൻ. നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. യൗവനക്കാരെ, വേളൂർ സഭയിലെ യുവജനങ്ങളെ, നിങ്ങൾ വിശ്വാസികൾക്ക് മാതൃകയാകണമെങ്കിൽ യേശുവിനെ അറിയണം. ആമേൻ. 33 തിരുവയസ്സിൽ തന്റെ രക്തമൂറ്റി കൊടുത്തവനായ യേശുവിനെ, അവന്റെ അനുസരണത്തെ മനസ്സിലാക്കണം. ആമേൻ. ഗെത്സമനിയിലേക്ക് യേശു ക്രിസ്തു കയറി ചെല്ലുമ്പോൾ അവൻ തന്റെ കൂടെയുള്ള ശിഷ്യന്മാരെ മാറ്റി നിർത്തി അവൻ കവിണ്ണു വീണവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് അവൻ ഒരു കാര്യം അപേക്ഷിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്ന് മാറ്റിത്തരണമേ. 33 തിരുവയസ്സുള്ള യൗവനക്കാരൻ അവൻ പിതാവായ ദൈവത്തോട് പറഞ്ഞ വാക്ക്, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. ഇന്ന് രാത്രി യൗവനക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ ഹിതത്തിന് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് അവൻ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ ദേശത്തെ ഉഴുതുമറിയുവാൻ, ഈ ദേശത്തെ യൗവനക്കാരെ പാപത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഈ ദേശത്ത് ദുർമാർഗത്തിൽ ജീവിക്കുന്നവരെ, പാപത്തിന്റെ അധീനതയിൽ ജീവിക്കുന്നവരെ വീണ്ടെടുക്കുവാനും ആഹ്വാനം ദൈവം നിങ്ങൾക്ക് തരികയാണ്. ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഒന്ന് ചിന്തിച്ച് മടങ്ങി പോകണം. അതിന് കഴിയുമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക്, ഞാനിതാ വരുന്ന കർത്താവേ, നീയാണ് എന്റെ മാതൃക, നീയാണ് എനിക്ക് മുമ്പിൽ നടക്കുന്നത്. ഞാൻ യേശുവിനെ കണ്ടവനാണ്, യേശുവിനെ വേണ്ടി ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? ആമേൻ. പൗലോസ് ഞങ്ങളെ ഓർപ്പിച്ചു, ആരും നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കരുത്. ആരും നിന്റെ യൗവനത്തെ ആമേൻ ഇല്ലാതെയാക്കരുത്. ആരും നിന്റെ യൗവനത്തെ കളിയാക്കരുത്. നീ ഒരു യൗവനക്കാരൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. വിവേകമുള്ളവരുടെ സമൂഹത്തിൽ നീ ജീവിക്കുമ്പോൾ, വിവേകമുള്ളവരുടെ കുടുംബാവൻ സാമീപ്യം നീ അനുഭവിക്കുമ്പോൾ, ദൈവത്തിന്റെ ദർശനം ലഭിച്ച അവൻ സഹോദര, അവൻ ദൈവം നിന്നെ കാണുന്നുണ്ട്. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. യോസേഫിനെ ഒന്ന് നോക്കിക്കേ. അവൻ പാപത്തെ വിട്ടോടിയവനാണ്.
അതെ, ദാനിയേലിനെ നോക്കിക്കേ, ചില തീരുമാനങ്ങൾ അവന്റെ ജീവിതത്തിൽ എടുത്തവല്ല. അവൻ ഭക്ഷണ സംബന്ധമായി എന്നെ തന്നെ ഞാൻ അശുദ്ധമാക്കത്തില്ല, വിശ്വാസ സംബന്ധമായി ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അവൻ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ശിംശോനെ പോലെ ആകരുത്. അവൻ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അവൻ മനസ്സിലാക്കിയില്ല. ദൈവം അവനെ തെരഞ്ഞെടുത്തത് അവൻ മനസ്സിലാക്കിയില്ല. അവന്റെ വഴി അവൻ ദൈവത്തിന്റെ വഴിയിലായിരുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ വഴി നീ ഒന്ന് ചോദന ചെയ്യുക, നിന്റെ വഴിയെ നീ ഒന്ന് കാണുക. യൗവനക്കാരാണ് അവൻ സഭാപ്രസംഗി ഓർമ്മിക്കുന്നു. നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യേശുവിലേക്ക് മടങ്ങുക. യേശു നിന്നെ വിളിക്കുകയാണ്, യേശു നിന്നെ കാണുകയാണ്. ഇന്ന് യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഇന്ന് യേശുവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് കഴിയുമോ? എൻ്റെ ജീവനെ, എൻ്റെ ദേഹത്തെ, എൻ്റെ ദേഹിയെ, എൻ്റെ ആത്മാവിനെ ഞാനിതാ നിന്റെ കരങ്ങളിൽ തരുന്നു. ആമേൻ. യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ, യേശുവിന് വേണ്ടി കൊടുക്കുവാൻ ആര് തയ്യാറാണ്? യേശുവിന് വേണ്ടി നൽകുവാൻ ആര് തയ്യാറാണ്? എൻ്റെ ചെറുതായി ഹല്ലേലൂയ. ഈ നാളുകൾ ഏറെയുണ്ട്. ലോകം അതിൻ്റെ മോഹം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. എൻ്റെ ജീവിത രീതി കൊണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഈ മേഖലയിൽ കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എനിക്ക് അനുയോജ്യമായൊരു മേഖലയല്ല. ആമേൻ. എങ്കിലും നിന്റെ നാമത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ആർക്ക് പറയുവാനായിട്ട് കഴിയും? ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ. ആമേൻ. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യൗവനക്കാരെ, നിങ്ങൾക്ക് യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുവെങ്കിൽ ആമേൻ, നമ്മുടെ ഇരിക്കുന്ന ഇടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ ആമേൻ, ഈ പാട്ടിന്റെ സ്വീകരണം നമുക്ക് ചേർന്ന് പാടാം. ഞാൻ സമസ്തം സ്വന്തം നിന്റേതായി കാത്തിടുക. കൂലുങ്ങാതെ വിശ്വാസം പീഡത്തെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ആജ്ഞയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ചിന്തകളെ മാറ്റിയെഴുതുവാൻ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ദൈവകൃപയായിരിക്കണമേ.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് പ്രാർത്ഥനയ്ക്കായുള്ള സമയമാണ്. ലേഡി വന്നപൂർണ്ണമായിട്ട് ക്ഷണിക്കുകയാണ്. നാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ നാം ചെയ്തതുപോലെ തന്നെ ഇപ്രാവശ്യവും നമ്മൾ ഭവനങ്ങളിൽ കടന്നു ചെല്ലുകയും എല്ലാവരും അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാം. വിളിക്കുന്ന എല്ലാവരും നിങ്ങളുടേതായ പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ 10, +1, +2 2 പേര് തന്നിരിക്കുന്നവരുണ്ട്. പേര് വിളിക്കുമ്പോൾ നിങ്ങൾ എഴുതി നിൽക്കുകയും തുടർന്ന് സാറ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കായി വരുന്ന അതിൽ ജോഷുവ ജോസഫ്, ജലീന റിജോ, കെസിയ മരിയ കൊച്ചുമോൻ, ലിസി മാർട്ടീന, അനീന രാജേഷ്. +2 പരീക്ഷയ്ക്കായി വരുന്ന നിഖിൽ മോനജി, ആൽബി ബിനിൽ മാത്യു, അബീന അബിനോയ്. +1 പരീക്ഷയ്ക്കായി വരുന്ന ജിക്സ് ബെജി, ശിവപ്രിയ, ആഷ്ലി. മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന ആശിഷ് കെയർ, ആശർ കെയർ, ഏഞ്ചൽ മരിയ, അലോഷി, അലൻ പ്രിനോഷ്, കെവിൻ കൊച്ചുമോൻ, അനാമിക, സേറ, അലൻ രാജേഷ്, അഭിഷേക്, ശിവനൈന, സൈറ, ഓഷിൻ, അബിൻ, ആരോൺ, ആൽബിൻ നെൽസൺ, റൂബൻ, അലൻ എബ്രഹാം, ജിഷ്ണു, ആൻ സാൻഡ്രിയ, ആൽവിൻ, ഏഞ്ചൽ ഹന്ന, ആൽബ്രട്ടോൺ, ബ്രിട്ടോൺ, അഞ്ജു ബേബി, വർഷ, മേഘ, ക്രിസ്റ്റിൻ, ക്രിസ്റ്റഫർ, അക്ഷയ്, ആദിൽ സന്തോഷ് എന്നിവർ പേര് നൽകിയിട്ടുണ്ട്. വന്നിരിക്കുന്ന എല്ലാവർക്കും എഴുതി നിൽക്കുകയും തുടർന്ന് ബഹുമാനമുള്ള സാറ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കായി കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിലും +2വിലും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു.